ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുക്കറിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചോപ്പർ ഉപയോഗിച്ചാണ് ഉള്ളി ചോപ്പ് ചെയ്തിരിക്കുന്നത്. 3 വെല്ലുള്ളിയാണ് ഇതിങ്ങനെ ചെറുങ്ങനെ ചോപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുകയാണ്. അപ്പം അധികം അരയരുത്. അധികം അരിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അതും പിന്നെ ചിക്കൻ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി, 3 വലിയ തക്കാളി എടുത്തിരിക്കുന്നത്. 500 ചിക്കനാണ്, ചിക്കൻ്റെ ചെസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് കുക്കറിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസായി കാണുന്നത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കന്, അതുപോലെ തന്നെ തക്കാളി. പിന്നെ അതിൻ്റെ വേണ്ട മസാലകളെന്ന് പറയുന്നത് മുളക്, മല്ലി, മഞ്ഞൾ, അതുപോലെ തന്നെ ഗരം മസാല, ഉപ്പ്, ഇതൊക്കെയാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. അപ്പം എല്ലാ കട്ട് ചെയ്ത കഷ്ണങ്ങളും കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത്. GR വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വേണ്ട ആവശ്യമുള്ള മസാലകൾ മല്ലി, മുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പിൻ്റെ പൊടിയൊക്കെ ഇത്രയും മതി. ഏകദേശം ഒരു കൈക്കണക്കാട്ടത്. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അധികം വേണമെങ്കിൽ അധികം ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിലേക്കിട്ട് 1, 2, 3 വിസിൽ അത് മതി. അതിനുശേഷം നല്ല ഫ്രഷ് ചിക്കൻ കറി നമുക്ക് റെഡിയായി ഇരിക്കാം. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. അടുപ്പത്തൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോരോ ഐറ്റംസ് വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, തക്കാളി, പിന്നെ അതുപോലെ തന്നെ മസാലകൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടുക. ഇത് കൈ കൊണ്ടൊന്ന് ഞെരടണം. ഞെരടാന്ന് പറഞ്ഞാൽ കുഴക്കുകയെന്നറിയാം. കൈ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും കുക്കറിലേക്ക് ഇട്ട് അതുപോലെ തന്നെ ചിക്കനും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും ഇട്ട് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട പൊടികളായ മല്ലി, മുളക്, മഞ്ഞൾ, അതുപോലെ തന്നെ ഉപ്പ്, ഗരം മസാല, കുരുമുളക് ഞാൻ ചേർത്തിട്ടില്ല, അതൊക്കെ ഇടുക. ഇത് കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും എത്തും. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ കറി കുറച്ച് മതി എന്നുള്ളതാണ്. കൂടുതൽ കറി വേണ്ടിയുള്ളവർക്ക് കൂടുതൽ മല്ലിപ്പൊടിയും മുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് വെള്ളമെല്ലാം ചേർത്ത് അധികമാക്കാം. ഇനി കുറച്ച് വെള്ളം കൂടിയാലും സാരമില്ല. വീട്ടിൽ കൂടുതൽ പേരുണ്ടെങ്കിൽക്കെല്ലാം വേണ്ട. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ കുക്കർ അടച്ചു. ഒരു 3 4 വിസിൽ അത് മതി. ചിക്കനൊക്കെ അത്രയല്ലേ വേള്ളൂ. അപ്പോൾ അടിപൊളി ചിക്കൻ കറി റെഡി. മല്ലി, പുതിന ഇല ഇട്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ കുക്കർ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക മറക്കരുത്.